എംബോക്സ് ബാധിതൻ മലപ്പുറത്തെത്തിയത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 13-ാം തീയതിയാണ്. ടാക്സിയിലാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം നാട്ടിലെത്തിയത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പ് നാട്ടിലെ ഒരു ക്ലിനിക്കിൽ അദ്ദേഹം ചികിത്സ തേടിയെന്നും വിവരമുണ്ട്. വിപിൻ സി വിജയൻ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നു. വിപിൻ, പറയൂ. SKN എംപോക്സ് രോഗിയുടെ ഒരു സഞ്ചാരപാതയെ സംബന്ധിച്ച് ആരോഗ്യവകുപ്പിന്റെ ഒരു പ്രാഥമിക നിഗമനം ഇപ്രകാരമാണ്. സെപ്റ്റംബർ 13 വെള്ളിയാഴ്ചയാണ് അദ്ദേഹം UAE-യിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നത്. അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി ടാക്സിയിലാണ് നാട്ടിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ വീട് വരുന്നത് ഇവിടെ എടവണ്ണയിലുള്ള പടിഞ്ഞാറെ ചാത്തല്ലൂർ എന്നുള്ള സ്ഥലത്തേക്കാണ്. ഈ ടാക്സിയിൽ കയറി അദ്ദേഹം അരീക്കോട് ഇറങ്ങുന്നു. അരീക്കോട് ഓട്ടോറിക്ഷയിൽ കയറിയാണ് അദ്ദേഹം ലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഈ ടാക്സിയിലും അതുപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷയിലും അന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ അവിടെ നിന്ന് ദുബായിൽ നിന്ന് വരുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഓട്ടോറിക്ഷയിൽ കയറി വീട്ടിൽ വന്നതിന് ശേഷം ഈ ദേഹത്ത് ചെറിയ പാടുകളും ഒപ്പം തന്നെ പനിയും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഒരു ക്ലിനിക്കിൽ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. ഒതായിലുള്ള ഒരു ക്ലിനിക്ക് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഈ ക്ലിനിക്കിലേക്ക് രാത്രിയാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ അവിടെ കൂടുതൽ രോഗികളൊന്നും തന്നെ ആ സമയത്ത് അവിടെ അധികം ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ശനിയാഴ്ചയും ഞായറാഴ്ചയും വീട്ടിൽ തന്നെ വിശ്രമിച്ചു. ഓണസമയമായിരുന്നു. തിരുവോണത്തിന് ഞായറാഴ്ചയൊക്കെ വീട്ടിൽ തന്നെ ആയിരുന്നു. തിങ്കളാഴ്ച ഈ രോഗം മാറുന്നില്ല എന്ന് കാണുകയും ഒപ്പം തന്നെ ശരീരത്തിൽ കൂടുതൽ കുമിളകൾ പോലെ ചിക്കൻ പോക്സിന്റെ ലക്ഷണങ്ങൾ കൂടുതലായി കാണുകയും ചെയ്തതോടുകൂടിയാണ് മഞ്ചേരിയിലെ OP-യിൽ കാണിക്കുന്നതിന് വേണ്ടി എത്തിയത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ OP-യിൽ കാണിച്ചപ്പോഴാണ് ഡോക്ടർമാർക്ക് ഈ എംപോക്സിന്റെ രോഗലക്ഷണമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്തത്. അതോടുകൂടിയാണ് അദ്ദേഹത്തെ ഐസൊലേഷനിൽ പ്രവേശിപ്പിക്കുകയും സ്രവ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ 23 പേർ സമ്പർക്ക പട്ടികയിലുണ്ട്. അത് ഈ അടുത്ത ബന്ധുക്കളും ഒപ്പം തന്നെ സുഹൃത്തുക്കളും ചേർന്നാണ് ഈ 23 ആളുകൾ. അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരെ അടക്കം കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ശ്രമങ്ങൾ കൂടിയാണ് നിലവിൽ നടന്നു വന്നിരിക്കുന്നത്. റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നതോടുകൂടി കൂടുതൽ പേർ ആരോഗ്യവകുപ്പിനെ സമീപിക്കുമെന്നുള്ള ഒരു നിഗമനത്തിൽ കൂടിയാണ് ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത്. ഓക്കെ, താങ്ക് യു. വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്നും ചേർന്ന്. റീന സതീശൻ, SKN വൈറൽ ട്രെൻഡ്സിൽ ചിരി മത്സരം കണ്ടു. ചിരി വന്ന റീജിത്ത് ചിരി നിയന്ത്രിക്കാൻ പാടുപെട്ടു. അണ്ടർ ന്യൂസ് പൂർത്തിയാക്കി. ശരിക്കും TK റീജിത്തിന് ചിരി വന്നു, കണ്ടിരുന്ന ആളുകൾക്കും ചിരി വന്നു.